സംവരണമൊക്കെ ലഭിക്കുന്നത് അർഹതപ്പെട്ടവർക്ക് തന്നെയാണോ? ഇതൊരു അനുഭവ കഥയാണ്. എന്റെ സുഹൃത്ത് എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുന്ന സമയം അവിടെ 3 പെൺകുട്ടികൾ അഡ്മിഷൻ വരികയാണ്. അവരുടെ റാങ്ക് 56,000, 60,000, 62,000 റേഞ്ചിലുള്ളതായിരുന്നു. അന്നത്തെ നിലയിൽ താഴ്ന്ന റാങ്കുകളിൽ ഒന്നായിരുന്നു അത്. പക്ഷേ ആ പെൺകുട്ടികൾക്ക് ആ കോളേജിൽ ഏത് വിഷയത്തിന് വേണമെങ്കിലും ഏത് സീറ്റ് വേണമെങ്കിലും ലഭിക്കുമായിരുന്നു. കാരണം അവർക്ക് റിസർവേഷൻ ഉണ്ടായിരുന്നു. ഏത് റിസർവേഷനാണെന്ന് ഞാൻ പറയുന്നില്ല. അത് മാത്രമല്ല, അവരുടെ കുടുംബ പശ്ചാത്തലം പരിഗണിക്കുമ്പോൾ അവർ നല്ല നിലയിലുള്ളവരായിരുന്നു. 3 പേരുടെയും രക്ഷകർത്താക്കൾ ഗവൺമെന്റ് എംപ്ലോയീസ് കൂടിയായിരുന്നു. പക്ഷേ അവർ അവിടെ ആ കോളേജിൽ അഡ്മിഷൻ എടുത്തില്ല. കാരണം ചോദിച്ചപ്പോൾ പറഞ്ഞത് അടുത്ത അലോട്ട്മെന്റ് വരുമ്പോൾ തങ്ങളുടെ വീടിനടുത്തുള്ള ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ തങ്ങൾക്ക് ഉറപ്പായും സീറ്റ് ലഭിക്കും എന്നാണ് അവർ പറയുന്നത്. അവർ പോയതിനു ശേഷം അടുത്ത വന്നത് ഒരു ആൺകുട്ടിയായിരുന്നു. ആ കുട്ടിക്ക് വേണ്ടിയിരുന്നത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് സീറ്റായിരുന്നു. അവന്റെ റാങ്ക് 7,000-നും 8,000-നും ഇടയിലായിരുന്നു. നിർഭാഗ്യവശാൽ അവന് യാതൊരു റിസർവേഷനും ഉണ്ടായിരുന്നില്ല. അവന്റെ പിതാവ് ഒരു ഓട്ടോറിക്ഷ തൊഴിലാളിയുമായിരുന്നു. പലപ്പോഴൊക്കെ നമ്മുടെ കോളേജിൽ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയാണ് സംഭവിക്കുന്നത് റിസർവേഷന്റെ കാര്യം. നിങ്ങൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം.